ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്ലൂട്ട് ആപ്പിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ യൂസ് ചെയ്യുന്നത് സാംസങ്ങിൻ്റെ A52s 5G എന്ന് പറഞ്ഞ ഫോണാണ്. അപ്പോൾ ഒരു 3 ആഴ്ച മുമ്പ് എനിക്ക് One UI 6.0യുടെ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാനത് അപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു മേജർ അപ്ഡേറ്റ് ആയിരുന്നു കേട്ടോ. അതായത് ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആയിട്ടുള്ള One UI 5.1 നിന്നും മാറി ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ആയിട്ടുള്ള One UI 6.0യിലേക്ക് മാറി. ഇപ്പോൾ ഇതിൻ്റെ UIയും OSും എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ് A52s 5Gനെ സംബന്ധിച്ചിടത്തോളം ലാസ്റ്റത്തെ OS അപ്ഡേറ്റും കൂടിയാണിത്. ഇനി ഒരു വർഷത്തേക്കും കൂടി ചിലപ്പോൾ സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഈ ഒരു മാറ്റം, പുതിയ ഒരു OS വന്നപ്പോൾ പുതിയ UIയും അതുപോലെ തന്നെ ആൻഡ്രോയിഡ് പുതിയതും ആയപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് നല്ല മാറ്റങ്ങൾ, എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും മോശം കാര്യങ്ങളായിട്ടുണ്ടോ, ഇതൊക്കെ എന്നെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു 3 ആഴ്ച വെയിറ്റ് ചെയ്തതാണ് എങ്ങനെയാണെന്ന് അറിയാനായിട്ട്. ഞാൻ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളെ കുറിച്ച് പറയാനായിട്ടാണ് ഈ വീഡിയോ. ആദ്യമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന മാറ്റം ഇതിൻ്റെ ഫോണ്ടിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഫോണ്ട് ചേഞ്ച് ആയിട്ടുണ്ട്. One UI Sans എന്ന് പറഞ്ഞൊരു ഫോണ്ടാണ് ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഫോണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ സെറ്റിങ്സിൽ പോയിട്ട് മാറ്റാം. ഫോണ്ട് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ചിലർക്ക് ഈ പഴയ ഫോണ്ട് തന്നെയാണ് ഇഷ്ടമെന്ന് കുറച്ച് പേര് പറയണ കേട്ടു. എനിക്ക് ഈ ഒരു ഫോണ്ട് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അടുത്തൊരു മാറ്റം വന്നിരിക്കുന്നത് ക്വിക്ക് സെറ്റിങ്സ് മെനുവിലാണ്. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രാവശ്യം കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അതായത് കൂടുതൽ പെട്ടെന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ മുകളിൽ വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വൈഫൈ, ബ്ലൂടൂത്ത് ഒക്കെ ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു. ഈ ഒരു ലേഔട്ട് കുറച്ച് നല്ലതായിട്ടും കുറച്ച് എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട മാറ്റം ക്യാമറ UIയിൽ വന്നതാണ്. അതായത് ക്യാമറ UI നോക്കുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം, കണ്ടോ, നമുക്ക് 16 മെഗാ പിക്സൽ വേണോ അതോ 64 മെഗാ പിക്സൽ വേണോ എന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ആദ്യം ഇത് മെനുവിൻ്റെ ഉള്ളിലൊക്കെ പോയി എടുക്കണമായിരുന്നു. ഇപ്പോൾ നമുക്ക് അങ്ങനെ പ്രശ്നമില്ല. അതുപോലെ തന്നെ UI കുറച്ചുകൂടി ക്ലീൻ ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ കറക്റ്റ് ലെവൽ കാണാനായിട്ട് ഒരു ലൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ലൈൻ കറക്റ്റ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കറക്റ്റ് ഹൊറിസോണ്ടലായിട്ട് ഫോൺ പിടിച്ച് ഫോട്ടോ എടുക്കുന്ന പോലെ ഇരിക്കും. അതൊരു നല്ല മാറ്റമാണ്. അടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗാലറിയിൽ നിന്ന് ഒബ്ജക്റ്റ് ഇറേസർ പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതായത് നമ്മൾ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പോയിട്ട് ഒബ്ജക്റ്റ് ഇറേസർ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ആദ്യം ഈ ഒബ്ജക്റ്റ് ഇറേസർ എവിടെയൊക്കെ എടുക്കണമെന്ന് പലർക്കും അറിയ പോലും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒബ്ജക്റ്റ് ഇറേസറിനെ കൊണ്ടിട്ടിരുന്നത്. ഇപ്പോൾ അത് കുറച്ചും കൂടി ആക്സസിബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഒരു സംഭവം ഉണ്ടെന്നുള്ളത്. അടുത്തൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത് ലോക്ക് സ്ക്രീനിൽ വരുന്ന മ്യൂസിക് ആപ്പിൻ്റെ ഈ ഒരു അനിമേഷനാണ്. ഇത് ഇപ്പോൾ നമ്മുടെ ഇൻബിൽറ്റ് മ്യൂസിക് പ്ലെയർ ആയാലും ശരി, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആമസോൺ മ്യൂസിക്കോ അങ്ങനെ ഏതായാലും ശരി, നമുക്ക് മ്യൂസിക് പ്ലെയർ ലോക്ക് സ്ക്രീനിൽ ഇങ്ങനെ ഒരു അനിമേഷൻ കാണിക്കും. നമുക്ക് നല്ല രസമായിട്ടുള്ളൊരു അനിമേഷനാണ്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. മ്യൂസിക് പ്ലെയറിൻ്റെ അനിമേഷൻ ലോക്ക് സ്ക്രീനിൽ മാത്രമല്ല കേട്ടോ, അത് നമുക്ക് ഇവിടെ അങ്ങനെ ഡ്രോപ്പ് ഡൗണിലും നമുക്ക് ഇതുപോലെ തന്നെ ഈ അനിമേഷൻ കാണിക്കുന്നുണ്ട്. അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെതർ ആപ്പ് കുറച്ചും കൂടി ഭംഗിയായി, കുറച്ചും കൂടി ക്ലീനായി, നീറ്റായി, കുറച്ചും കൂടി ഭംഗിയായി. ഇതും ഒരു നല്ല മാറ്റമായിട്ടാണ് തോന്നുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് വെതർ ആപ്പ്. അടുത്തൊരു നല്ല മാറ്റം ലോക്ക് സ്ക്രീനിൽ ഒരുപാട് കസ്റ്റമൈസേഷൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ iOSലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്ക് ഫോണ്ട് ഒരുപാട് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് പല ഫോണ്ടുകൾ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്ലോക്കിനാണെന്ന് വെച്ചാലും പല സ്റ്റൈലുകൾ നമുക്ക് ചൂസ് ചെയ്യാം. അതിൻ്റെ കളർ നമുക്ക് മാറ്റാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ ഇപ്പോൾ വന്നു. ഇതെല്ലാം കൊണ്ട് ലോക്ക് സ്ക്രീന് ഒരു ഫ്രഷ് ലുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അപ്ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഐക്കൺസ് കുറച്ചും കൂടി വലിപ്പം കൂടി വന്നതുപോലെ തോന്നുന്നുണ്ട്. അത് വലിയൊരു കുഴപ്പമുള്ള കാര്യമില്ല, നമുക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. പക്ഷേ ഇത്രയും എൻ്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള സംഭവത്തിൽ ഇത്രയും ഉണ്ടായിരുന്നില്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല കമ്പനികളും അപ്ഡേറ്റ് വരുമ്പോൾ പല യൂസ്ഫുൾ ആയിട്ടുള്ള വിഡ്ജറ്റുകളും നമുക്ക് എടുത്ത് കളയും. ഇതിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വിഡ്ജറ്റുകൾ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതുപോലെ വെതറിൻ്റെ ഒക്കെ ഇതുപോലൊരു ഒരു വിഡ്ജറ്റ് ആണല്ലോ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാക്ക് ചെയ്യാനൊക്കെ പറ്റും. പക്ഷേ എനിക്ക് അത്രയും സംഭവങ്ങളില്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റാക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഒരുപാട് നല്ല രീതിയിലുള്ള, അതായത് വളരെ റീഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ശരിക്കും വന്നത്. വോയിസ് അപ്ഡേറ്റിന് ശേഷം എനിക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് കുറച്ചും കൂടി ഫാസ്റ്റ് ആയ പോലെ, അതുപോലെ തന്നെ അതായത് ഫോൺ കുറച്ച് ഫാസ്റ്റ് ആയതുപോലെ വോയിസ് കുറച്ചും കൂടി ലൈറ്റ് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും കുറച്ചും കൂടി സ്മൂത്ത്നെസ് വന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. പുതിയ വോയിസിൻ്റെ, അതായത് ആൻഡ്രോയിഡ് 14ൻ്റെ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും അതിലുണ്ടാവും. ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഇതുവരെയും യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടില്ല. മെയിനായിട്ട് ബാറ്ററി ഡ്രെയിൻ ഇതുവരെയും ഒട്ടും ഉണ്ടായിട്ടില്ല. എങ്ങനെയായിരുന്നോ മുൻപ് ബാറ്ററി ഉണ്ടായിരുന്നത് അതേ ലെവലിൽ തന്നെയാണ് ഇപ്പോഴും ബാറ്ററി ഇരിക്കുന്നത്. യാതൊരു പ്രശ്നങ്ങളും തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. ബൈ.